കാർഗിൽ യുദ്ധവിജയത്തിൻ്റെ സ്മരണയിലാണ് നമ്മുടെ രാജ്യം. 25ാം വാർഷികമാണ് നാം ആചരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനം കാക്കാനായി, നമ്മുടെ ഭൂമി തിരികെ പിടിക്കാനായി ജീവൻ നൽകിയ 527 ജവാന്മാരെയും ധീരമായി പോരാടിയ മറ്റ് സൈനികരെയും ആദരിക്കുകയാണ് ഈ വേളയിൽ നമ്മുടെ രാജ്യം ഓർക്കുകയാണ്. യുദ്ധവിജയത്തിൻ്റെ ഈ 25ാം വാർഷികത്തിൽ ദ്രാസിലെ യുദ്ധസ്മാരകത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ തന്നെ പുഷ്പചക്രം അർപ്പിച്ചു. വീരമൃത്യു വരിച്ച ജവാന്മാർക്കുള്ള ആദരാഞ്ജലിയും അതോടൊപ്പം തന്നെ അർപ്പിക്കുകയുണ്ടായിരുന്നു. എന്നാൽ ഈ സാഹചര്യത്തിൽ ഓർത്തു പറയേണ്ട മറ്റൊരു സംഭവമെന്ന് പറയുന്നത്, ശത്രുവിന് കൃത്യമായ തിരിച്ചടി നൽകാൻ അന്ന് ഇന്ത്യ പതറാതിരുന്നത് കൊണ്ടാണ്, കേവലം നിമിഷങ്ങൾ കൊണ്ട് മറുപടി നൽകിയത് കൊണ്ടാണ് നമുക്കന്ന് വിജയം നേടാനായി സാധിച്ചത്. സോവിയറ്റ് റഷ്യൻ നിർമ്മിതമായ 9K-38 ഇഗ്ല എന്ന മിസൈൽ ഇന്ത്യ ആദ്യമായി ഒരു യുദ്ധത്തിൽ ആ മിസൈൽ ഉപയോഗിക്കുന്നതും കാർഗിൽ യുദ്ധസമയത്തായിരുന്നു. പോർട്ടബിൾ ഇൻഫ്രാറെഡ് ഹോമിംഗ് ഭൂതല മിസൈൽ കൂടിയാണ് ഇഗ്ല എന്ന് പറയുന്നത്. അന്ന് വരെ ഉപയോഗിക്കാത്ത ആ വജ്രായുധം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാന്റെ മസ്തകം തകർത്തത്. വ്യക്തിഗതമായോ അല്ലെങ്കിൽ ക്രൂ ഓപ്പറേഷനുകൾക്കോ ആണ് സാധാരണഗതിയിൽ ഈ മിസൈലിന് ഉപയോഗിക്കാറുള്ളത്. തെർമൽ ലോക്കിംഗ് സിസ്റ്റം വഴി ലക്ഷ്യസ്ഥാനം തിരഞ്ഞെടുക്കാനും അവിടേക്ക് കൃത്യമായി ചെന്നെത്താനും ഈ മിസൈലുകൾക്ക് കഴിയുമെന്നതാണ് ഇതിൻ്റെ സവിശേഷത. 500 മീറ്റർ മുതൽ 6 കിലോമീറ്റർ വരെ ദൂരത്തിലും ഏകദേശം 3.5 കിലോമീറ്റർ വരെ ഉയരത്തിലുമുള്ള ലക്ഷ്യസ്ഥാനങ്ങളെ കൃത്യമായി ഭേദിക്കാൻ ഈ മിസൈലിന് സാധിക്കുമെന്നതാണ് ഇതിൻ്റെ കരുത്ത് വർദ്ധിപ്പിച്ചതും അന്ന് ഇന്ത്യക്ക് മേൽക്കൈ നേടാനായി സാധിച്ചതും. ഇതുപോലെ നിരവധി ആയുധങ്ങളും യുദ്ധസന്നാഹങ്ങളും പലതരത്തിലുള്ള തന്ത്രങ്ങളുമായിരുന്നു അന്ന് ഇന്ത്യ പുറത്തെടുത്തത്. ഇന്ന് കാർഗിലിൽ വീരമൃത്യു വരിച്ച സൈനികർ അമരത്വം നേടിയവരാണെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കുന്നത്. കാർഗിൽ യുദ്ധവിജയത്തിൻ്റെ സ്മരണയ്ക്കിടയിൽ പാകിസ്ഥാന് ഒരു മുന്നറിയിപ്പും പ്രധാനമന്ത്രി നൽകിയിട്ടുണ്ട്. കാർഗിലിലേത് കേവലം യുദ്ധവിജയം മാത്രമല്ല, പാകിസ്ഥാൻ അന്ന് നടത്തിയ ചതിക്കെതിരായിട്ടുള്ള ജയം കൂടിയാണ്. ഭീകരവാദം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ വിജയിക്കില്ല എന്ന് പാകിസ്ഥാന് കൃത്യമായ മുന്നറിയിപ്പും ഇന്ന് നൽകുകയുണ്ടായിരുന്നു. ഭീകരവാദത്തെ തുടച്ചു നീക്കുമെന്നും നിങ്ങളുടെ പദ്ധതികൾ നടപ്പിലാകില്ല എന്നും, അത് ഇന്ത്യയാണ്, ഇന്ത്യയിൽ ഒരു കാരണവശാലും ഇത് വിലപ്പോകില്ല എന്ന് കൂടിയാണ് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചത്. ഓരോ സൈനികന്റെയും ത്യാഗം സ്മരിക്കുന്നുവെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്.